അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിലെ ഒരു സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കുമ്പോൾ ധീരനെയും നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ലേറിയ കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ശക്തമായ ഉപദേശമാണ് 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം എന്ന് പറയുന്നത്. അതിലൂടെ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞ ഒരു വാക്യം, ഒരു പദമാണ്. പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും. ഇപ്പം ക്രിസ്തുവേശുവിൽ എന്തുണ്ട്? സൗമ്യതയും ശാന്തതയുണ്ട്. ആ സൗമ്യതയും ശാന്തതയും ആരുടെ ഉള്ളിലുണ്ട്? പൗലോസിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ക്രിസ്തുവിലുള്ള പൗലോസിലുള്ള ആ സൗമ്യതയും ശാന്തതയും ആരുണ്ടായിരിക്കണം? അവന്റെ ശിഷ്യന്മാരുണ്ടായിരിക്കണം. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഈ ശാന്തതയും സൗമ്യതയും ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തെ യഥാർത്ഥമായി പണിതെടുക്കാൻ കഴിയൂ. രക്തം ചെയ്യും. സൗമ്യത എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ച കാര്യമാണ്, ലോകം പഠിപ്പിച്ച കാര്യമല്ല. ലോകത്തിലുള്ള മനുഷ്യന്റെ സൗമ്യത എല്ലാം താൽക്കാലികമാണ്. ഈ ലോകത്തിൽ നമ്മൾ അനവധി ആളുകളെ സൗമ്യതയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിലും നിസ്സാര കാരണത്തിൽ അവർ പൊട്ടിത്തെറിക്കുന്നവരാണ്. അല്ലേലിയ. എന്നാൽ നമുക്കൊരു വചനം വായിക്കുമ്പോൾ യേശുവോ പൗലോസോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന സൗമ്യത, ശാന്തതയെ തകർത്ത് കളയാതെ അന്ത്യത്തോളം നിലനിർത്തി എന്നുള്ളത് സ്തോത്രം നമുക്ക് ദൈവത്തിൽ പഠിക്കാൻ കഴിയും. പ്രാരംഭത്തിൽ പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന സൗമ്യതയും ശാന്തതയും നിങ്ങൾ തകർത്ത് കളയരുത്. ലോകമാണ് നിങ്ങളുടെ ഉള്ളിൽ സൗമ്യതയും ശാന്തതയും തന്നിരിക്കുന്നെങ്കിൽ അത് അല്പനേരത്തേക്കുള്ളൂ. സാത്താനത് തകർക്കും. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതൊന്നും തകർന്നു പോകുന്നതല്ല. അപ്പം ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ നിങ്ങൾ ഇടം കൊടുക്കുമ്പോൾ തീർച്ചയായും ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും നിങ്ങളിൽ നിറയുവാൻ തുടങ്ങും. പ്രേക്ഷകോ, ആരുടെയെല്ലാം ഹൃദയത്തിനകത്ത് യേശു വസിക്കുന്നു അവരുടെ ഉള്ളിലാണ് ക്രിസ്തുവിന്റെ സൗമ്യത വെളിപ്പെടുന്നത്, ശാന്തത വെളിപ്പെടുന്നത്. നമുക്കറിയാം, അല്ലെങ്കിൽ മോശ വളരെ സൗമ്യതയുള്ളവനായിരുന്നു എന്ന് മോശയെക്കുറിച്ച് യഹോവയായി ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? സംഖ്യാപുസ്തകം അല്ലെങ്കിൽ 12-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്, എന്റെ ദാസനായ മോശയോ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന്. അല്ലേലിയ. അപ്പൊ മോശയെക്കുറിച്ച് ഇത്രമാത്രം മനോഹരമായ ഒരു സാക്ഷ്യം പഴയ നിയമത്തിൽ യഹോവയായി ദൈവം പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു തന്റെ ഗിരിപ്രഭാഷണ സൗമ്യതയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. പ്രൈസലോ. അല്ലെങ്കിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് തോന്നുന്നു വായിക്കുന്നുണ്ട്. നോക്കണം കേട്ടോ. അല്ലേലിയ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സൗമ്യതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്നൊക്കെ പറയുന്നത്. അല്ലേലിയ. സൗമ്യതയും ശാന്തതയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാരകമായ രോഗപ്രതിരോധ ശേഷി എന്നൊക്കെ പറഞ്ഞ രോഗത്തെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. പ്രൈസലോ. എന്നാൽ സൗമ്യതയും ശാന്തതയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പലതിനെക്കുറിച്ചും നമ്മൾ ഓർത്തും വിചാരപ്പെട്ടും മനം കലങ്ങിയും പലരും ഡിപ്രഷൻ രോഗത്തിലേക്ക് പോകുന്നത് നമ്മൾ അങ്ങനെ പോകാതെ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു സമാധാനം ഉണ്ടാകും. ആ സമാധാനം നമ്മളെ ആനന്ദത്തിലേക്ക് നടത്തും. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യേശു പഠിപ്പിച്ചതും, ഹല്ലേലൂയ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീനെന്ന്, ഹല്ലേലൂയ, യേശു നമ്മെ പഠിപ്പിച്ചത്. ഇത് യേശുക്രിസ്തു പറഞ്ഞ വാക്യമാണ്, ഹല്ലേലൂയ, വചനമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോഴുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ സൗമ്യതയും താഴ്മയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലെ ആത്മാവ് ആശ്വാസം കണ്ടെത്തും. പല മനുഷ്യരോട് നമ്മൾ ചിന്തിച്ചാലും സമാധാനമില്ല, ആശ്വാസമില്ല, ഒരു സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരാണ്, ജീവിതം വെടുത്തു എന്നൊക്കെ പറയുന്നത് അനവധി വാർത്തകൾ, അനവധി സന്ദേശങ്ങൾ, അനവധി ആളുകളുടെ
പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാതെ പോയത്? നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സൗമ്യത നഷ്ടപ്പെട്ടപ്പോൾ, ശാന്തത നഷ്ടപ്പെട്ടപ്പോൾ, നിന്നെ പലവിധമായ വിചാരങ്ങളുടെ സാത്താൻ നടത്താൻ തുടങ്ങി. സാത്താന്റെ തന്ത്രങ്ങൾക്ക് നീ വിധേയപ്പെട്ടപ്പോൾ, സാത്താന്റെ ആയുധശാലയിലെ, സാത്താന്റെ പണിപ്പുരയിലെ ഒരു ഉപകരണമായി നിന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞപ്പോൾ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, സൗമ്യത നഷ്ടപ്പെട്ടു പോയി, ശാന്തത നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നിനക്ക് എല്ലാ പ്രശ്നങ്ങളാണ്, പ്രശ്നത്തിന്റെ പ്രശ്നം. പണ്ട് പഴമക്കാർ പറഞ്ഞൊരു കൂനിമേ കുരു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാം പ്രശ്നമാണ്. എന്നെ കേൾക്കുന്ന മാതാപിത യുവതയുവക്കന്മാർ പറയട്ടെ, ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. യേശു അതുകൊണ്ട് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അല്ലേ, നീ ലോകത്തോടല്ല പഠിക്കേണ്ടത്, ലോകത്തിന് പഠിക്കുന്ന നല്ലതാ. പക്ഷെ നിലനിൽക്കുന്ന പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന പുസ്തകത്താളിനകത്ത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ സൗമ്യതയാണ് വേണ്ടത്. സ്തോത്രം. ജീവിതം ഒരു പുസ്തകമാകട്ടോ, അതിങ്ങനെ ഓരോ താളുകൾ മറിച്ചു മറിച്ച് നോക്കണം. നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം, ഇപ്പോൾ എത്ര വയസ്സുണ്ടോ ആ വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചതിനെ കുറിച്ച് ഇനി ഓരോ മണിക്കൂറിന്റെ താളുകൾ മറിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഓരോ ദിവസത്തിന്റെ, ഓരോ ആഴ്ചയുടെ, മാസത്തിന്റെ താളുകൾ മറിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വർഷത്തെ അനുഭവമെങ്കിലും നിങ്ങൾ ഓർത്താൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ജീവിതമാകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കടന്നു വന്ന വഴികളെ മനസ്സിലാവും. രക്തം ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് മത്തായി സുവിശേഷം 5:5 പറഞ്ഞത്. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്ന് കർത്താവ് പറയുക. ഇന്ന് സൗമ്യതയുള്ളവർ കുറവാണ്. സൗമ്യതയുള്ളവർ കുറവാണ്. എന്നോട് ചെയ്തതിനെ പകരം ചെയ്യും. ഞാൻ അവനിട്ട് 2 കൊടുത്തിട്ടേ ഉള്ളൂ, അല്ല അവൾക്ക് 2 കൊടുത്തിട്ടുള്ളൂ, ഞാൻ അവനോട് 2 പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന എത്രയോ പേരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ചില ആളുകളുണ്ട്, ഞാനിപ്പം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ചിലരെ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നരന്ത് പോലെ ഇരിക്കുന്ന, ഞാനൂര് പോലെ ഇരിക്കുന്ന ചിലതൊക്കെ വെല്ലുവിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ലോകം മുഴുവൻ അവരെ നിയന്ത്രിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ സൗമ്യതയും ശാന്തതയും ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നരകമാണ്. സൗമ്യതയും ശാന്തതയും നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിന്നെ നടത്തുന്നത് പിശാചാണ്, സാത്താൻ. കോപവും ശാഠ്യവും ദന്തപക്ഷവും ഭിന്നതയും അസൂയയും നുണയും ഏഷണിയും കുറ്റാരവും ഒക്കെ നുണയും ഒക്കെ നിന്നിൽ ഉണ്ടാക്കിയെടുക്കുന്ന, നിന്നെ അങ്ങോട്ട് പറയിപ്പിക്കുന്നത് ആരാ? സാത്താനാ. നിന്റെ ഉള്ളിൽ വലിയ ഭൂതം വസിക്കുന്നു. ഭൂതമുള്ള ആളിനെ കാണുമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ ഒരുപാട് ഭൂതമുള്ള ആൾക്കാരെ കാണിക്കാം. ഞാൻ ഈ പറഞ്ഞ സ്വഭാവമുള്ളവരെ കാണിക്കാം. ഹല്ലേലൂയ. കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, വളരെ ആഡംബരമായിട്ട് ഒക്കെ നടക്കുന്ന, പക്ഷെ ഉള്ളി ദുർഭൂതമായിരിക്കുന്നത്. വാ പൊളിച്ച് കഴിഞ്ഞാൽ നാറ്റം വെക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ സൗമ്യതയും ശാന്തതയും ഉണ്ടായിരിക്കണമെന്ന്. അത് പൗലോസ് യേശുവിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബം സമാധാനത്തിൽ വസിക്കണമെങ്കിൽ, നിന്റെ കുടുംബം സന്തോഷത്തോടുകൂടി പോകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സൗമ്യത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനോട് വളരെ സൗമ്യതയോടെ സംസാരിക്കണം. ഹല്ലേലൂയ. ഭർത്താവ് ഭാര്യയോട് സൗമ്യതയോടെ സംസാരിക്കണം. ചില ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് കേട്ടാൽ ഹല്ലേലൂയ, അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? ഞാൻ കണ്ടിട്ടുള്ളൂ. ചില വീടുകളിലൊക്കെ ചിലപ്പോൾ കാണുന്നതാണ്. ഭർത്താക്കന്മാർ ചില ഭാര്യമാരോട് സംസാരിക്കുന്നത് കേട്ടാൽ, കയർക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ സീരിയസാണ്. മെഡിക്കൽ കോളേജിൽ രോഗിയെ കൊണ്ടുപോകുന്നത് പോലെ ചിലതൊക്കെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ. അപ്പനും അമ്മയും മക്കളൊക്കെ അപ്പന്മാരോട് അമ്മമാരോടൊക്കെ കസർത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ അവരുടെ മക്കളാണെന്ന് തോന്നിപ്പോകും. ഹല്ലേലൂയ. സൗമ്യതയും ശാന്തതയും നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ യൗവനക്കാരുടെ ഉള്ളിലെ സൗമ്യതയും ശാന്തതയും നഷ്ടപ്പെടുന്നതാണ് ഇവിടുത്തെ മയക്കുമരുന്നുകൾ, കഞ്ചാവുകൾ,
പാൻമസാലകൾ, ഹല്ലേലൂയ, ചെറിയ കുട്ടികൾ തൊട്ട് പാൻമസാലകൾ മേടിച്ച് കയ്യിൽ വെച്ച് തിരുമിയിട്ട് നാവിൻ്റെ അടിയിലിട്ട് അവന്റെ ചുണ്ടും ഒക്കെ ചുമന്ന്, ഹല്ലേലൂയ, കണ്ണുമൊക്കെ ചുമന്ന് നടക്കും. പിന്നെ അവന്റെ സൗമ്യത എന്ന് പറയുന്നത് ഇല്ല. ഹല്ലേലൂയ. മയക്കുമരുന്ന് നിന്റെ സൗമ്യതയെ നഷ്ടപ്പെടുത്തി കളയും. പ്രൈസ്. പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? ഞാൻ ഈ ഹല്ലേലൂയ, എന്റെ ജനിച്ച കാലം എനിക്ക് തിരിച്ചറിവായ കാലം തൊട്ട്, തിരിച്ചറിവായി പിച്ച വെച്ച് നടക്കുന്നത്, മുട്ട നടക്കുന്ന കാലം കഴിഞ്ഞ് ചെറിയ നടക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് 36 വർഷം വരെ മദ്യം കുടിച്ചിട്ടുണ്ടെന്ന്. ചെറുപ്രായത്തിൽ പിച്ച വെച്ച് നടക്കുന്ന അപ്പനമ്മമാർ ഊറ്റി തന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ക്രിസ്തുവിന്റെ സൗമ്യത എന്നിലുണ്ടായിരിക്കണം. അപ്പൊ സൗമ്യതയുള്ളവർ കുറവാണ്, എന്നോട് ചെയ്തതിന് തക്കവണ്ണം ഞാൻ പകരം ചെയ്യും എന്ന് പറയുന്നവരാണ് അധികവും. സൗമ്യതയുള്ള ഭൂമിയെ അവകാശമാക്കുന്നതിന് പകരം അവർ മറ്റുള്ള ഭൂമിയെ വെട്ടിപ്പിടിക്കും. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കുന്ന അവർ അവർ സമാധാനം ആഗ്രഹിക്കുന്നതായിരിക്കും. എന്നാൽ സൗമ്യതയുണ്ടെന്ന് പറയുന്നവർ എന്ത് ചെയ്യാം? മറ്റുള്ള അതിര് തോണ്ടിയെടുക്കും, അതിര് വെട്ടിപ്പിടിക്കും. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ സൗമ്യതയുണ്ടെങ്കിൽ നീ തിരിച്ചു കൊടുക്കും. ശാന്തതയുള്ളവൻ തിരിച്ചു കൊടുക്കും. സൗമ്യതയും ശാന്തതയുടെ ഉള്ളിലില്ലെങ്കിൽ നീ അതും കണ്ട് വീട്ടിലേക്ക് പോയി നിന്നെ വിളിക്കുന്ന പേര് കള്ളൻ, കള്ളിയുന്ന, മോഷ്ടിച്ച മുതല്, കളഞ്ഞു കിട്ടിയ മുതൽ അവകാശിയൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ നീ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ നിന്റെ പേര് കള്ളൻ, കള്ളി എന്നൊക്കെ പറയും. ലേലിയ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയാട്ട്. ഞാൻ ഈ വായിക്കൂരിയൊന്നും നിങ്ങളോട് അങ്ങനെ വലിയ ഭയങ്കര ദൂത പ്രവചനം പറയാനല്ല നിൽക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവത്തോടനുബന്ധമായി നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവരാജ്യം തരണമെങ്കിൽ നമുക്ക് ദൈവരാജ്യം തരുന്നത് ദൈവമാണ്. ഈ ഭൂമിയിൽ ആർക്കും നിങ്ങൾക്ക് ദൈവരാജ്യം തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ദൈവരാജ്യം വേണോ? ദൈവരാജ്യം നിങ്ങൾക്ക് അവകാശമാക്കണോ? ദൈവരാജ്യം നിങ്ങൾക്ക് സ്വന്തമായി വേണോ? ദൈവരാജ്യം നിങ്ങൾ അവകാശിയായി മാറണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യം സൃഷ്ടിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. അതുകൊണ്ട് മാതാവേ, പിതാവേ, മടങ്ങി വാകട്ടോ. രക്തം ചെയ്യും. ഭവനത്തിനകത്ത് സൗമ്യതരാത്മാവ് നിറയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. പക്ഷെ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയേണ്ടതിന് പകരമായിട്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ സൗമ്യതയല്ല അറിയുന്നത്, നിങ്ങളുടെ കോപമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും പറയുന്നത് ചില ആളുകൾ വന്ന് ഒളിഞ്ഞു നോക്കും, ഒളിഞ്ഞു നോക്കും, ഒളിഞ്ഞു നോക്കി അങ്ങ് ചെവി കൂർത്തു പിടിക്കി ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് പിന്നെ എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലരങ്ങനെയൊക്കെയാ സൗമ്യത നഷ്ടപ്പെടുത്തി കളയും. സൗമ്യതയില്ലാത്ത, ശാന്തതയില്ലാത്ത ഒരു വ്യക്തി ദേശത്ത് പാർത്താൽ, ഒരു വ്യക്തിയുടെ അയൽ കുടുംബത്തിൽ പാർത്താൽ ആ ദേശം മുഴുവൻ നശിക്കും. സൗമ്യതയില്ലാത്തവനായിരുന്നാലും സൗമ്യതയില്ലാത്തവൾ ദേശത്ത് പാർത്താൽ ആ ദേശം നശിക്കും. ഹല്ലേലൂയ. എന്നാൽ സൗമ്യതയുള്ളവർ, ശാന്തതയുള്ളവർ ദേശത്ത് വസിച്ചാൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അയൽ കുടുംബങ്ങളിലേക്ക് നിങ്ങളൊക്കെ സൗമ്യതയില്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ആ അയൽവക്കത്തുള്ള എല്ലാ കുടുംബങ്ങളും അരാജകത്തിലായി. കാരണം സൗമ്യതയില്ലാത്ത നിന്റെ വായിൽ നിന്ന് വരുന്ന അശുദ്ധമായ അശ്ലീലമായ വാക്കുകൾ കൊണ്ട് അയൽവാസികൾ ഞെരുങ്ങുക. നീ മുഖാന്തരം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുക. നീ സൗമ്യതയില്ലാത്തവനായതുകൊണ്ട്, സൗമ്യതയില്ലാത്തവരായതുകൊണ്ട് നീ മുഖാന്തരം ദേശം രചിക്കുക. ഹല്ലേലൂയ. സൗമ്യതയും ശാന്തതയും കർത്താവ് തരുന്നതാകട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ സൗമ്യത എന്ന് പറഞ്ഞില്ല. കാരണം കള്ളും കഞ്ചാവിനും അടിമകളാണ് മനുഷ്യൻ. 99% ഹല്ലേലൂയ. പ്രൈസ്. 1% കാണും മദ്യപാനികൾ ഇല്ലാത്തവർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. 1% ഞാൻ പറഞ്ഞതാകട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലെങ്കിൽ സൗമ്യതയുള്ളവർക്ക് പരിഹാസവും നഷ്ടവുമാണ് ഓഹരി. സൗമ്യതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് പരിഹാസം. ഹല്ലേലൂയ. പരിഹാസവും ഹല്ലേലൂയ നഷ്ടവും. നമ്മൾ വളരെ സൗമ്യതയോടെ ജീവിക്കാൻ കഴിയാൽ നമ്മളെ അടുത്ത അയൽവക്കത്തുള്ള, അടുത്ത ദേശത്തുള്ള സൗമ്യതയില്ലാത്തവർ നമ്മളെ പരിഹസിക്കാൻ തുടങ്ങും. അതൊന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട കേട്ടോ. ഹല്ലേലൂയ. കാരണം
ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ദൈവം തൊടും. ലേലിയ അവരുടെ ഹൃദയത്തിലെ ദുഷ്ടത കർത്താവ് കാണുന്നുണ്ട്. പക്ഷെ നീ സൗമ്യനായിരിക്കണം, നീ സൗമ്യതയുള്ളവളായിരിക്കണം. നിന്റെ ജോലി മേഖലയിലായിരുന്നാലും, നിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലായിരുന്നാലും, നിന്റെ ആത്മജീവിതത്തിലായിരുന്നാലും, നിന്റെ കുടുംബത്തിലായിരുന്നാലും നീ സൗമ്യതയുള്ളവനായി സംവേദിയുള്ളവളായി നിന്നാൽ നിന്റെ മക്കൾ നിങ്ങളുടെ ഉള്ളിൽ സൗമ്യത കണ്ടു വളരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ മക്കൾ നിങ്ങളുടെ ഉള്ളിൽ സൗമ്യത കണ്ട് നിങ്ങളെ പഠിക്കും. അവർ മറ്റുള്ളവർക്ക് സൗമ്യത വെളിപ്പെടുത്തി കൊടുക്കും. രക്തംശയം ഹല്ലേലൂയ. അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ സഹോദരി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ വീടിനകത്തെ സൗമ്യതയുടെ അനുഭവത്തെ നീ ചിന്തിച്ചു നോക്കിയാട്ട്. സൗമ്യതയോടെ നിനക്ക് നിന്റെ കുടുംബത്തെ നയിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. രക്തംശയം. പൗലോസ് പറയാ, പൗലോസായി ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യത ശാന്തതയെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. കൊരിന്ത്യരോട് പറയാ, കൊരിന്ത്യരുടെ സ്വഭാവം വല്ലാത്ത സ്വഭാവമായിരുന്നു, മോശപ്പെട്ട സ്വഭാവമായിരുന്നു. കൊരിന്ത്യർ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലെ അപകീർത്തിപരമായ, അവരുടെ ജീവിതത്തിലെ ദുഷ്ടത നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് പൗലോസ് സൗമ്യതയുടെ ആത്മാവിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് സൗമ്യനായാൽ അവന്റെ വീട്ടിലെ പട്ടിയും പൂച്ചയും അല്ലെങ്കിൽ വരെ അത് അറിയുമെന്ന് ഒരു വ്യക്തി ഒരാൾ എഴുതി വെച്ചതിരിക്കുന്നത്, ഒരു പുസ്തകത്തെ എഴുതിയിരിക്കുന്നത്. ഒരാൾ മാനസാന്തരപ്പെട്ട് വണങ്ങി വന്നാൽ ആ മനുഷ്യന്റെ വീട്ടിലെ പട്ടിയും പൂച്ചയും കൂടെ അത് അറിയുമെന്ന്. പ്രേസലോ ഹല്ലേലൂയ. അപ്പൊ ഒരു ഭക്തൻ പറഞ്ഞിട്ടുള്ള ഹല്ലേലൂയ ഒരു ചിന്തയത് നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഞാനൊക്കെ എൻ്റെ ആത്മജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചത് ഇത് കേട്ടിട്ടുണ്ട്. അന്ന് എന്റെ മനസ്സിൽ വീണ ചിന്ത ഇപ്പോഴും കിടക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം, നിങ്ങൾ ക്രിസ്തുവിന് മുമ്പിൽ എത്ര അളവിന് നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നോ അതേ അളവിന് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ശാന്തത നിറയ്ക്കും. മനസ്സിലായല്ലോ അല്ലേ? നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ നിങ്ങളെ എങ്ങനെ താഴ്ത്തുന്നു, എത്രമാത്രം നിങ്ങളെ താഴ്ത്തുന്നോ അത്രയും സൗമ്യത കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ശാന്തതയും തന്നു നിറയ്ക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ എന്നാ വചനം പറയുന്നത്. നിങ്ങൾക്ക് കഴിയുന്നതിനെ പരീക്ഷ നേരിടുവാൻ എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. എന്താണ് പറഞ്ഞത്? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. അപ്പം പരീക്ഷയെ സഹിപ്പാനുള്ള പോക്കുവഴിയും കൂടെ ഉണ്ടാക്കി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്ന് പറഞ്ഞാൽ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് ഇവിടെ പൗലോസ് പറയും. രക്ഷിക്കപ്പെട്ടവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളുടെയും പ്രാധാന്യം വെളിപ്പെടുത്തുവാൻ ദൈവം നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ അവഗണിക്കുന്നത് ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാത്തവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും ഹല്ലേലൂയ അതിന്റെ പ്രാധാന്യതയും വെളിപ്പെടുത്തുവാൻ ദൈവം നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ അവഗണിക്കുന്നവർ ഹല്ലേലൂയ അപകടകരവും സാക്ഷ്യത്തെ കളങ്കപ്പെടുത്തുന്നതും കർത്താവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്നവരുമായി തീരുമെന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് നിങ്ങൾ പുതിയ വചനപ്രകാരം നിത്യജീവന്റെ അവകാശമായി മാറിക്കഴിയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രമാണത്തെ നിങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങൾ വളരെ അപകടം സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങൾ കളങ്കപ്പെടുത്തുന്നു. കർത്തൃനാമത്തിന് നിങ്ങൾ അപമാനമായി മാറുകയാണ്. അപമാനമായി മാറുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം. അതുകൊണ്ടാണ് വിശ്വാസിയുടെ പ്രയാണത്തിൽ കരുതിക്കൊള്ളേണ്ടതായ 3 പ്രമാണങ്ങൾ ഈ അധ്യായത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇസ്രായേലിന് സംഭവിച്ചത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക നമുക്ക് നന്മയ്ക്ക് വേണ്ടിയ. എന്താണ്? 1 ആത്മപ്രശംസ, മനുഷ്യന്റെ ആത്മപ്രശംസ.
അല്ലേ? ചിലർക്കൊന്നും കാണത്തില്ല. ചില ഞാനങ്ങ് വലിയ ആണെന്നാ പറയാം, ഞാനങ്ങ് കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരിയാ, ഞാൻ കേരള സർക്കാരിന്റെ ജോലിക്കാരിയാ. എന്താ ജോലി എന്നുള്ളത് നമുക്കറിയില്ല, അല്ലേ? തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ അവർ പറയുമല്ലോ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ് ചെയ്യുന്നു പറയുമല്ലോ. തെറ്റൊന്നുമല്ല, നല്ലതാണ്, അല്ലേ? നമ്മൾ ഈ ആത്മപ്രശംസ പാടില്ല. ആത്മപ്രശംസ പാടില്ല. അഹങ്കാരം, നിന്റെ ഉള്ളിലുണ്ടാകുന്ന അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞ സാത്താന്റെ പര്യായം, സാത്താന്റെ അല്ലെങ്കിൽ അനുഭവമാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ എന്താണ്? അല്ലെങ്കിൽ ആത്മപ്രശംസ, അഹങ്കാരം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കണം. അപ്പൊ ആത്മപ്രശംസയും അഹങ്കാരവും പരിഹാസം എന്ന് പറയുന്ന നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പൈശാചികമായ ശക്തികളെ നീ എടുത്ത് പുറത്ത് കളയണം, അല്ലേ? ചിലരെയൊക്കെ ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങൾ ആരാന്ന് അറിയാമോ, ഞങ്ങളുടെ കുടുംബം ആരാന്നറിയാമോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറയാം, ഞങ്ങളോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തോ കാണിക്കാനാ നീ എന്തോ കാണിക്കാനാ സ്വാഭാവികം? ഏത് മനുഷ്യൻ ഉറച്ചു നിന്ന വിശ്വാസം നീ ആരാണെന്ന് അറിഞ്ഞിട്ട് നീ നിന്റെ ആത്മപ്രശംസ, അഹങ്കാരവും നിന്റെ പരിഹാസത്തിന്റെ വാക്കുകളൊക്കെ നീ മാറ്റിവെച്ചിട്ട് ദൈവത്തിലേക്ക് വന്ന് ക്രിസ്തുവേശുവിലൂടെ സൗമ്യതയും ശാന്തതയും നീ പ്രാപിക്കണം, അല്ലേ? ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കുറിച്ച്. ഇത് ആത്മീയ ലോകത്തിൽ വിശ്വാസികളെന്ന് പറയുന്നവരായിരുന്നാലും അവിശ്വാസികളായിരുന്നാലും ആത്മപ്രശംസയും അഹങ്കാരവും മാറ്റിക്കളയണം, പരിഹാസം മാറ്റിക്കളയണം. ഇവയെല്ലാം ആത്മപ്രശംസയും അഹങ്കാരവും പരിഹാസവും ഇവയെല്ലാം സാത്താന്റെ നിഴലാണ്. അവനാണിത് കൊണ്ടുവരുന്നത്, അല്ലേ? എന്നാൽ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനം പ്രാപിച്ച മനുഷ്യൻ സൗമ്യതയും ശാന്തതയുള്ളവനായിരിക്കും. അവൾ സൗമ്യതയും ശാന്തതയുള്ളവളായിരിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, അല്ലേ? ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സ്നേഹം തോന്നാറുണ്ട്. ചില ആളുകളോട് ഇടപെടുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അവരുടെ സൗമ്യതയും ശാന്തതയെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിലയിരുത്തും, ഇവരൊക്കെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചവരാണെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാണ്, ദൈവം നമ്മോട് പറയും, നിങ്ങൾ ആത്മപ്രശംസയും അഹങ്കാരവും പരിഹാസത്തിന്റെ ഉറവിടമായി കാണുമ്പോൾ നീ വീഴ്ചയ്ക്ക് നിനക്ക് സാധ്യതയുണ്ട്, നീ വീണു പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? വീണു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണു പോകാൻ സാധ്യതയുള്ളപ്പോഴാണ് കർത്താവ് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവം. പരിശോധനകൾ വരുമ്പോൾ വീഴാതിരിപ്പാൻ വിശ്വസ്തനായ ദൈവസന്നിധി നിന്നെ ഏൽപ്പിക്കണം. നിന്നെ വീണു പോകാവുന്ന സാഹചര്യത്തിലേക്ക് നീ എത്തുമ്പോൾ നീ വീഴാതിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ആ പരീക്ഷകളെ നേരിടുവാൻ വേണ്ടി നിനക്ക് പോക്കുവഴി തരുന്നത്, അല്ലേ? സ്തോത്രം. ജീവിതത്തിൽ സൗമ്യത ഇല്ലാത്തത് കൊണ്ടാണ്, ശാന്തത ഇല്ലാത്തതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം തകർന്നത്. ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, കുലപാതകങ്ങൾ ദേശത്ത് വർദ്ധിക്കുന്നു, അല്ലേ? പീഡനങ്ങൾ വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ഉള്ളിൽ സൗമ്യതയും ശാന്തതയും നഷ്ടപ്പെട്ടു, മോഷണം പെരുകുന്നു, അല്ലേ? ചില ആളുകളുടെ ജീവിതം മോഷ്ടിക്കുക എന്നുള്ളതാണ്. മോഷണം ഒരു കലയായിട്ട് കൊണ്ട് നടക്കുക, അല്ലേ? ആരുടെ എന്ത് കിട്ടിയാലും പിറകിക്കൊണ്ടുവരും. വഴിയിൽ ആരുടെ എന്ത് കിട്ടിയാലും പിറകിക്കൊണ്ടുവരും. മുറ്റത്ത് കിടക്കുന്നത് പിറകിക്കൊണ്ടുവരും, അല്ലേ? എന്നിട്ട് വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ ഈ സൗമ്യതയും ശാന്തതയും ഒക്കെ ഇല്ലാതെ ആത്മപ്രശംസയും അഹങ്കാരവും പരിഹാസവും നിറയുന്നത് കൊണ്ട് നീ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയാതെ നീയാണ് വലുത്, ഞാനാണ് വലുത് എന്നുള്ള ചിന്ത നിന്റെ ഉള്ളിലേക്ക് കയറും. ഇതൊക്കെ പിശാച് കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പലരും വീണു പോയത് എന്തുകൊണ്ടാണ്? ആത്മപ്രശംസ കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അല്ലേ? സ്തോത്രം, പരിഹാസം കൊണ്ടാണ്. ഈ ആത്മപ്രശംസയും അഹങ്കാരവും പരിഹാസം കൊണ്ട് നീ എവിടെ ചെന്നാലും അവിടെയെല്ലാം നീ തകർന്ന് തരിപ്പണമാകും.
നിന്റെ ആത്മപ്രസ അഹങ്കാരവും പരിഹാസം കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിന്നോടൊപ്പം ചേരുന്ന ഒരു ചെറിയ ആളുകൾ കാണാം, നിന്നോടൊപ്പം പറ്റിച്ചേരുന്ന നിന്റെ പങ്കാളികൾക്കാണ്, അവർ മാത്രമേ അത് ഇഷ്ടപ്പെടുത്തുള്ളൂ. മാന്യമായ കുടുംബത്തിൽ ജീവിക്കുന്നവരും മാന്യരായ വ്യക്തികളൊന്നും നിന്റെ ആത്മപ്രശംസയും അഹങ്കാരവും പരിഹാസവും കാണാൻ ഇഷ്ടപ്പെടാത്തവരാ. കാരണം അവർക്കറിയാം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുർബോധമാണെന്ന്. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ, നീ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള പരീക്ഷകളിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് പരീക്ഷകളുടെ പോക്കുവഴിയും തരുമെന്ന് പറഞ്ഞത്. എത്ര ശ്രേഷ്ഠമായി വചനമല്ലേ! കൊരിന്ത്യ സഭയോട് ഈ വചനം ദൈവാത്മാവ് പറയുമ്പോൾ കൊരിന്തിലെ വിശ്വാസികളുടെ രീതി ഇതായിരുന്നു. പൗലോസിന്റെ സുവിശേഷ യാത്രയിൽ പൗലോസ് സുവിശേഷം അറിയിക്കുന്ന കാലഘട്ടത്തിൽ, ആദിമ സഭയുടെ ആ കാലഘട്ടത്തിൽ, സഭ സ്ഥാപിതമാകുന്ന കാലഘട്ടങ്ങളില് അല്ലൊരു മനുഷ്യനെല്ലാം ആത്മപ്രശംസക്കാരും അഹങ്കാരികളും പരിഹാസികളുമായിരുന്നു. കൊരിന്ത്യ സഭയിൽ അവരുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരെയാണ് പൗലോസ് തിരുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന ഉപദ്രവവും കഷ്ടപ്പാടുകളും വരുമ്പോൾ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന സൗമ്യത നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം വരും, പരീക്ഷകൾ കടന്നു വരും, ശോധനകൾ കടന്നു വരും, നിന്ദകൾ കടന്നു വരും, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, എല്ലാവരാലും തള്ളപ്പെടുന്ന അനുഭവങ്ങൾ, എല്ലാവരും ഇതിനെ മാറ്റി നിർത്തി ഒഴിവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സൗമ്യത നിങ്ങളുടെ ഉള്ളിൽ നിറയണം. ഈശ്വരോ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകളെ നേരിട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലരിയ സ്തോത്രം, ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ അങ്ങനെ ഓരോ ക്ലാസ് വരുന്തോറും ആ കുട്ടി പരീക്ഷ എഴുതി ജയിച്ചാണ് 10ാം ക്ലാസ്സിൽ എത്തുന്നത്. 10ാം ക്ലാസ്സിൽ വരുമ്പോഴത്തേനും നല്ല ശോധനയിലൂടെ കടന്നു പോകുന്നത്. കാരണം 10ാം ക്ലാസ് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കഠിനാധ്വാനാണ്. 1 തൊട്ട് 9 വരെ ജയിച്ചതുപോലെ 10ൽ പോരാൻ പറ്റില്ല. 10ഒക്കെ കഠിനാശ്രമം. അന്ന് പറഞ്ഞ പോലെ നീ വളരും തോറും, നീ വളർച്ച പ്രാപിക്കും തോറും പരിശോധനകളും പരീക്ഷകളും കൂടി കൂടി വരുമ്പോൾ, ആ പരീക്ഷകളുടെ ആഴം വർദ്ധിക്കുമ്പോൾ അവിടെ നീ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പരീക്ഷയോടുകൂടെ പോക്കുവഴി ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം ജ്ഞാനവും കൃപയും കൊടുക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നമുക്ക് പരീക്ഷയുടെ കൂടെ പിടിച്ചെടുപ്പാൻ വേണ്ടുന്ന പോക്കുവഴി ദൈവം തരുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അതൊക്കെ കേട്ടോ. ഹല്ലേലൂയ, ദൈവവചനം, സ്തോത്രം. ചില ആളുകളോട് സംസാരിച്ച് നമുക്ക് എത്ര നേരം കൊണ്ട് സംസാരിക്കാൻ തോന്നും. ചില ആളുകളോട് സംസാരിച്ച് എങ്ങനെയും ഓടിപ്പോയാൽ മതി എന്ന് തോന്നും. ഹല്ലേലൂയ. ചില ആളുകൾ പ്രായത്തിന് തക്ക സംസാരമല്ല, പ്രായത്തെ പോലും കടത്തിവെട്ടുന്ന വെറും അല്ലെങ്കിൽ ദുർവാക്കുകളാണ് സംസാരിക്കുന്നത്, ദുർഭാഷണങ്ങൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവരെന്തു പറഞ്ഞാലും വെറും കച്ചറ വാക്കുകളാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാനിതൊക്കെ പറയുമ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരുപാട് പഞ്ചായത്തുകളിൽ കേരളത്തിൽ ഹല്ലേലൂയായി ഈ കാഞ്ഞിരപ്പള്ളിയുടെയും വിശ്വചരയുടെയും റാന്നിയുടെയും ഒക്കെ പ്രദേശങ്ങളൊക്കെ ഒരുപാട് പഞ്ചായത്തുകൾ ജോലി ചെയ്തിട്ടുള്ളതാണ്. എന്തോ ജോലിയ? തടിപ്പണി, ലോഡിങ്ങ. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ജനങ്ങളെ എനിക്ക് നല്ല പരിചയമാണ്. വാ വിളിച്ച ദുർഭാഷണം മാത്രമേ, അഹങ്കാര വാക്ക് മാത്രമേ പറയുള്ളായിരുന്നു ഈ അന്നത്തെ കാലഘട്ടത്തിലെ. ശാന്തതയും സൗമ്യതയും എന്താണെന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ മേഖലയിലൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ 10-25 വർഷം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഓർക്കുക കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഉള്ളിൽ സൗമ്യത ഉണ്ടാകട്ടെ, ശാന്തത ഉണ്ടാകട്ടെ. നീ കർത്താവിൽ നിന്ന് പഠിക്കും. പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സൗമ്യതയും ശാന്തത ഇല്ലാത്തവനായിരുന്നു. താൻ വേദപുസ്തകത്തിലെ 613 പ്രമാണങ്ങളും പഠിച്ചവനാ. വേദപുസ്തകത്തിൽ 613 പ്രമാണങ്ങളും അതിന്റെ തത്വങ്ങളും സംഹിതകളും ഒക്കെ പഠിച്ചവനാ. ഹല്ലേലൂയ. ഗമാലിയേലിന്റെ വാദപീഠത്തിലിരുന്ന് നന്നായിട്ട് അഭ്യസിച്ചവനാ ആ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ ക്രിസ്തുമാർഗക്കാരെല്ലാം പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് കൊല്ലുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി ദമസ്കോസ് പടിക്കൽ ചെല്ലുമ്പോഴാണ് ദമസ്കോസ് പടിക്കൽ വെച്ച് കർത്താവ് യേശു ക്രിസ്തു പൗലോസിനെ സന്ദർശിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് താഴെ വീണോ?
ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ആരാകുന്നു കർത്താവ് എന്ന് പൗലോസ് ചോദിച്ചപ്പം കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു. ഹല്ലേലൂയ. പൗലോസിന്റെ മാനസാന്തരത്തോടുകൂടി കർത്താവ് യേശു ക്രിസ്തു പൗലോസിനെ സന്ദർശിച്ചതിനോടുകൂടി പൗലോസിന്റെ ഉള്ളിലെ അഹങ്കാരവും ആത്മപ്രശംസയും പരിഹാസവും ക്രിസ്തു മാർഗക്കാരെ പിടിച്ചുകിട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് കൊന്നുകളയുന്ന ആ മനസ്സിന്റെ ചിന്താഗതിയൊക്കെ പൗലോസിന് മാറിയിട്ട് പൗലോസിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? സൗമ്യതയും ശാന്തതയും വന്നു. അത് യേശു കൊടുത്തതാണ്. അതുകൊണ്ടാണ് പൗലോസ് എത്ര ധൈര്യത്തോടെ പറയുന്നത്, സൗമ്യതയും ശാന്തതയും നിങ്ങളുടെ ഉള്ളിൽ വേണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ സൗമ്യതയും ശാന്തതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരുപക്ഷെ നീ കേരളത്തിലായിരിക്കാം, ഭാരതത്തിന്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കാം, ലോക രാജ്യങ്ങളുടെ ഏതെങ്കിലും ഭാഗത്ത് നിന്റെ ജീവിതത്തെ പണിതുയർത്തുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന വ്യക്തിയായിരിക്കാം, കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, രാപകലില്ലാതെ ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്നവളായിരിക്കാം നീ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരേണ്ടതുപോലെ ഉയരുവാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളായിരിക്കാം, എല്ലാം നിനക്ക് നഷ്ടപ്പെട്ട അനുഭവങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെ നീ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നാലും നീ വീണ് പോകാതിരിക്കുവാൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്ന ദൈവം യേശു പറയുക, നിന്റെ ഉള്ളിൽ സൗമ്യതയും ശാന്തതയും ഉണ്ടായാൽ നിന്റെ തകർച്ചയിൽ ദൈവം നിന്നെ ഉയർത്തും കേട്ടോ. നിന്റെ തകർച്ചയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തും. അതുകൊണ്ടാണ് 136 സങ്കീർത്തനം വായിക്കും, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നാ. അപ്പൊ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്, അവൻ സ്തോത്രം ചെയ്യണം. അവന്റെ ദയ എന്നേക്കുമുള്ളത്, നിന്നു പോകാത്ത ദയാണ്. ഞാനോ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാ യേശു പറയുന്നത്. മത്തായി 28:20 വായിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കെന്ത് വേണം? ക്രിസ്തുവിന്റെ സൗമ്യത വേണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ശാന്ത ഗുണമില്ലാത്തവർ എന്തിനും ഏതിനും അവരെന്ത് ചെയ്യും? പ്രശ്നമുണ്ടാക്കും. ഈ ശാന്തമായ ഗുണമില്ലാത്ത, ശാന്തശീലമില്ലാത്തവർ, സൗമ്യത ഇല്ലാത്തവർ, ഹല്ലേലൂയ, അവര് എന്ത് ചെയ്യും? അവരെല്ലാ സമയത്തും പ്രശ്നക്കാരായിരിക്കും. ഹല്ലേലൂയ. അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ചില ആളുകളെ കാണത്തില്ല, ചിലയിടത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പം ഞാനത് വിശ്വസിക്കാത്തതാണ്, എന്നാലും ചില കാണിക്കുന്നത് കണ്ടു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രശ്നം ഉണ്ടാക്കുന്നൊരിക്കൽ പോയിട്ട് ഈ നഖം ഇങ്ങനെ കൂട്ടിത്തിരുമ്പും. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അത് പ്രശ്നം മൂർച്ഛിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയുള്ള ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരുണ്ട്, ചെകുത്താന്റെ സ്വഭാവമുള്ളവരുണ്ട്. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നഖം ചിരണ്ടുക എന്നിട്ട്, അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടുണ്ടോ? അവരൊന്നും അടുത്തു പോലും നിൽക്കരുത്, അവരൊന്നും അവര് നരകമുള്ള നരകത്തിന്റെ സന്തതിയാ. നമ്മളതിന് വേറിട്ട് തിരിക്കണം കേട്ടോ. പ്രേക്ഷകരോ, ഞാൻ ചെറിയ ഉപദേശം പോലൊക്കെ ഇത് പറയുന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ ഗൾഫിന് കൊണ്ടുപോകുന്നൊന്നും അല്ല പറയാം, നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി പറയാം. കാരണം ദൈവം നിങ്ങൾക്കൊരു നിത്യത വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് നിത്യത, നിങ്ങൾ ഈ ലോകത്തിലെ ജീവിതം, ഈ ലോക ജീവിതം, ഇവിടുത്തെ മരണാനന്തൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ആ ജീവിതം നിത്യതയിൽ സ്വർഗരാജ്യത്തിലാകണമെങ്കിൽ നിങ്ങളിവിടെ സൗമ്യത ശാന്തതയുള്ളവനായിരിക്കണം. അല്ലാതെ ശാന്തത ഇല്ലാത്തവൻ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കി. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ചിലർക്ക് ഭയങ്കര ടെൻഷനാണ്, ഇരിക്കാൻ സമയമില്ല, ഓടി നടക്കും. ചെന്ന് തലവെക്കാന്നിടത്ത് തലവെക്കും, ഒളിഞ്ഞു നോക്കുന്നിടത്തല്ല ഒളിഞ്ഞു നോക്കും. ഇങ്ങനെ ചെവി കൂർത്തിരിക്കും. ഈ നായ് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നായ് ഉറങ്ങുന്നതൊക്കെ നിങ്ങൾ കണ്ടു. നായ് ഉറങ്ങുമ്പോൾ തന്റെ ചെവി രണ്ടും കൂർത്തിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. എന്തുകൊണ്ട്? ചെറിയൊരു അനക്കം പോലും വന്ന ഈ നായുടെ ചെവി അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ നായുടെ കാര്യം പറഞ്ഞില്ല, അവർക്ക് നാ നടന്നിട്ട് കാര്യമില്ല, നായികരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞപോലെ ചില ആളുകൾ ഇങ്ങനെ ശാന്തതയില്ലാത്ത, സൗമ്യതയില്ലാത്ത ആളുകൾ ടെൻഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഓടി നടക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊക്കെ കാണണം കേട്ടോ. ഹല്ലേലൂയ. അവർക്കൊന്നും ജീവിതത്തിൽ മുന്നേറാൻ കഴിയത്തില്ല. അവർക്കൊന്നും ജീവിതത്തിൽ മുന്നേറാനേ കഴിയത്തില്ല. ഹല്ലേലൂയ.
നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ടയെന്ന് പഴമക്കാർ പറയുന്നവരെ അവരുടെ ജീവിതം എല്ലാ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കും. അവർ മറ്റുള്ളവരെ കുറ്റം പറയും, ഞങ്ങൾക്കില്ല, 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 നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്കില്ലാതെ പോയത് എന്തുകൊണ്ടാ? നിന്റെ ഉള്ളിൽ സൗമ്യത ശാന്തതയില്ലാതെ നീ അഹങ്കാരി, ആത്മപ്രശംസക്കാരും പരിഹാസി ആയതുകൊണ്ട് നീ എന്നും നീ നിന്നിടത്ത് തന്നെ നിൽക്കുക. അവിടെ എന്നെ കേൾക്കുന്നത്, നീ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അവരുടെ ഉള്ളിലെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. നമ്മുടെ ഉള്ളിലെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും, പരദൂഷണം പറഞ്ഞുണ്ടാക്കും. അല്ലേലിയ. പരിഹാസി എപ്പോഴും ഈ പരിഹാസി പരദൂഷണം പറഞ്ഞുണ്ടാക്കും. ഇങ്ങനെ വീട് തോറും മെനക്കെട്ട് നടക്കും. പോകുന്ന വഴിയിൽ കാണുന്നവരോടെല്ലാം ഇങ്ങനെ പരിഹാസം പറഞ്ഞിടക്കുന്ന പരിഹാസികളുടെ കാലഘട്ടം ഇത്. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനം വാങ്ങിയും അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരും എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ പൗലോസിനെ പോലെ മടങ്ങുക. ആദിമസഭയിൽ യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ നീ മടങ്ങി വന്ന ആദിമസഭയിൽ വിശുദ്ധന്മാർ സൗമ്യതയും ശാന്തതയും ഉണ്ടായിരുന്ന അനവധി ആളുകളുണ്ടായിരുന്നു. അല്ലേലൂയ. ഇന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തില് ഇവിടുത്തെ ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഇവിടുത്തെ ബുദ്ധമതം, ജൈനമതം, ഇവിടുത്തെ അങ്ങനെ വിവിധ മതങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് സൗമ്യതയും ശാന്തതയും ഉള്ളവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പഠിക്കണം. ഇന്നത്തെ മതങ്ങൾക്കകത്ത് സൗമ്യതയും ശാന്തതയും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിൽ അക്രമങ്ങൾ, അരാജകത്വങ്ങൾ, രക്തച്ചൊരിച്ചിൽ ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് മതങ്ങളിൽ, മത നേതാക്കന്മാരിൽ, മതത്തിന്റെ പ്രമാണങ്ങൾക്കകത്ത് സൗമ്യതയും ശാന്തതയുടെയും അനുഭവം ഇല്ല. എല്ലാം കരിതുള്ളി നിൽക്കുക. എന്നാൽ അവിടെയാണ് പൗലോസ് പറയുന്നത്, വിശുദ്ധ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് മുഴുവൻ സൗമ്യതയും ശാന്തതയും കുറിച്ചാണ്, താഴ്മയെക്കുറിച്ച്, വിനയത്തെക്കുറിച്ച്, മനസ്സറിവിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ സൗമ്യതയും ശാന്തതയും ഉണ്ടോ? ഇല്ല. ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ സൗമ്യതയും ശാന്തതയില്ല. അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി എന്തെല്ലാം കോലാഹലങ്ങളെ കാട്ടിക്കൂട്ടുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം തേജോവധം ചെയ്യാവോ, ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം തകർക്കാവോ, ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാവോ, അതിൽ വീണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും അവർ ഒരുക്കിക്കൊണ്ട് പൊതുവേദികൾ, സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് മനുഷ്യനെ വലിച്ചു കീറും നമ്മൾ കണ്ടിട്ടില്ലേ? സൗമ്യതയിൽ ശാന്തതയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊക്കെ അഹങ്കാരം കയറി നീങ്ങി. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സൗമ്യത ശാന്തത ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. അല്ലേ? നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ സൗമ്യതയിൽ നിറയപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. മനോഹരമായ റോസാപുഷ്പത്തിൽ എത്ര വലിയ ക്രൂരമായ കൂർത്ത മുള്ളുകൾ ഉണ്ടായിരുന്നാലും ആ പുഷ്പം നല്ല നറുമണം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ റോസപ്പൂവിനെ നിങ്ങൾ കണ്ടില്ല, റോസച്ചെടി കണ്ടില്ലേ? അത് എന്തുമാത്രം കൂർത്ത മുള്ളുകളാണ് നിൽക്കുന്നത്. ആ മുള്ളുകൾ കയ്യിൽ കൊണ്ടാൽ എന്ത് ചെയ്യും? അത് കുത്തി നോവിക്കും, കട്ട് കഴിക്കും. അല്ലേ? എന്നാൽ മുള്ളുകൾ നിറയപ്പെട്ട് നിൽക്കുന്ന റോസച്ചെടിയിൽ നിൽക്കുന്ന റോസപ്പൂ എന്ത് ചെയ്യുന്നു? സകല ജനങ്ങളെ ആകർഷിക്കത്തക്ക നിലയിലുള്ള സൗരഭ്യം വീശിക്കൊണ്ടിരിക്കുക. രക്തം ചെയ്യണം. അതുകൊണ്ടല്ലേ നമ്മൾ മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന റോസപ്പൂവിന് നമ്മൾ പറിച്ചെടുക്കാൻ ശ്രമിക്കും. എന്ന് അതിന്റെ മണം ആകർഷണം എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നീ മുള്ളുകൾക്ക് സമാനമായ പ്രശ്നത്തിന് നടുവിലൂടെ കടന്നുപോയാലും ഹല്ലേലൂയ, നീ റോസപ്പൂ പോലെ സൗരഭ്യമുള്ളവനായിരിക്കണം, സൗരഭ്യം പരത്തുന്നവളായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്, മുള്ളുകളുടെ മധ്യയുള്ള ലില്ലി പുഷ്പവും അപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം മുള്ളുകളുടെ നടുവിൽ നിൽക്കുന്ന ലില്ലി പുഷ്പവും റോസച്ചെടി ലില്ലി പുഷ്പവും എല്ലാം മുള്ളുകൾക്ക് നടുവിലാണെങ്കിലും അത് നന്നായി നറുമണം പരത്തുന്നതാണ്. അതുപോലെയാണ് എന്നെ കേൾക്കുന്ന പ്രശ്നം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ നോക്കണം. യേശു ക്രിസ്തു ക്രൂശിൽ തറച്ചപ്പോഴും, യേശു കാര്യപ്പാണിയാൽ തറയപ്പെടാൻ സമയത്തും അവനെ കുന്തം കൊണ്ട് കുത്തുമ്പോഴും കുത്തിയവരോടും തന്നെ തറച്ചവരോടും ക്ഷമിക്കണം എന്ന് പറഞ്ഞത്.
ഹല്ലേലൂയ. യേശുവിനെ കാൽവറി ക്രൂശിൽ ഗെത്സമനെ തൊട്ട് ഗോൽഗോത്ത വരെ ചമ്മട്ടി കൊണ്ടടിച്ചു ഭാര്യമേറി കുരിശു ചുമപ്പിച്ചു. അവന്റെ തല്ലിൽ മുൾക്കിരീടം അടിച്ചിറക്കി. ഹല്ലേലൂയ. അവന്റെ കൈകാലുകളിൽ കാരിരുമ്പാണി അടിച്ചിറക്കി. അവന്റെ വിലാപ്പുറത്ത് കുത്തി അവന്റെ മുഖത്ത് തുപ്പി അവനെ തല്ലി കുടിക്കുവാൻ ചുരുക്ക കൊടുത്തു. പരിഹാസി, കള്ളനെന്ന് വേൽച്ചു, ചതിവനെന്ന്, കുലപാതകൻ, ഭ്രാന്തനെന്നൊക്കെ യേശുവിനെ വിളിച്ചു. ജനം ആരവാരമിട്ടു. അവിടെ എല്ലാം യേശു ക്രൂശിലെ മരണവേദനയിൽ കിടന്ന് പറഞ്ഞതെന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിന്റെ ക്രൂശിലെ മൊഴികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ കാണാൻ കഴിയും. അതേ ക്രൂശിലെ മരണസമയത്തും യേശു ആരായിരുന്നു? ശാന്തത, സൗമ്യതയുള്ളവനായിരുന്നു. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ സൗമ്യതയും ശാന്തതയും. മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന റോസപുഷ്പം നാം നറുമണം വീശുന്നത് പോലെ ക്രൂശിൽ കഷ്ടം സഹിച്ച് വേദനയുടെ പുളഞ്ഞ് മരിക്കുവാൻ പോകുന്ന സമയത്തും യേശു സൗരഭ്യമായിരുന്നു നമുക്ക് വേണ്ടി. അവന്റെ ആ സൗരഭ്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പാലെത്ര തന്നെ കാച്ചിയാലും ഇത് കറുപ്പാകയില്ല. പാല് എത്രമാത്രം വെള്ളത്തിൽ വെച്ച് ചൂടാക്കി തിളപ്പിച്ചാലും ഇത് കറുത്ത് വരത്തില്ല. പാലെപ്പോഴും വെളുത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പാല് കാച്ചിയെടുക്കും തോറും, പാല് കാച്ചും തോറും, ചൂടായി വെള്ളം പറ്റും തോറും രുചി കൂടുന്നത് പോലെ ചന്ദനമരത്തെ എത്ര തന്നെ തേച്ചാലും അത് സൗരഭ്യം കൂട്ടുന്നത് പോലെ നിങ്ങൾ ഏത് സമയത്തും നറുമണം കൊടുക്കുന്നവരായിരിക്കണം. പാല് വെള്ളം തീയിൽ വെച്ച് ചൂടാക്കി അത് വെള്ളം പറ്റുന്നോറും അതിന്റെ നല്ല മണവും നല്ല സ്വാദ് രുചിയുള്ളതുപോലെ ചന്ദനമരത്തോട് ചേർന്ന ചന്ദനം നാറെന്ന് പറഞ്ഞതുപോലെ നീ ഏത് പ്രതിസന്ധിയുടെ നടിയിലൂടെ കടന്നുപോയാലും നിന്റെ ഉള്ളിൽ സൗമ്യതയും ശാന്തതയും നിറയട്ടെ. സൗമ്യതയും ശാന്തതയുടെ ജീവിതത്തിന് തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. സൗമ്യതയും ശാന്തതയുടെ ജീവിതത്തിനുണ്ട്. പ്രതിസന്ധികൾ മാറും, കഷ്ടങ്ങൾ മാറും. നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകും. നിന്റെ തകർച്ചയെ ദൈവം ഉയർത്തും. നിന്റെ കഷ്ടതയെ ദൈവം ഉയർത്തും. അതെ, നീ വീടാതിരിപ്പാൻ പരീക്ഷയുടെ പോക്കുവഴിയും കൂടെ തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ കഷ്ടതയുടെ, സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ നദിയുടെ കടന്നു പോകുന്ന സഹോദരനേ, ജീവിതത്തിൽ നീ തകർന്നവളാണോ, നിരാശപ്പെട്ടവളാണോ, കണ്ണുനീരിന്റെ നദിയിലാണോ, മഹാവ്യാധിയാൽ നീ കടന്നു പോകാൻ ശാപത്തിന്റെ, പാപത്തിന്റെ ബന്ധനത്തിൽ നീ അകപ്പെട്ട് ഉയരുവാൻ കഴിയാതെ കണ്ണുനീരിന്റെ നദിയിലാണോ നീ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക. പൗലോസ് പറഞ്ഞ വാക്കിന് വീണ്ടും ആവർത്തിക്കട്ടെ. പൗലോസ്, ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യത ശാന്തത ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിക്കും ഒരുത്തിനോട് പറഞ്ഞതുപോലെ വചനം നിങ്ങളോട് പറയുക. നിങ്ങളുടെ ഉള്ളിൽ സൗമ്യത ശാന്തത നിറയട്ടെ. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളുള്ള 800 കോടി രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ന്യായാധിപന്മാർ അടക്കമുള്ള എല്ലാ ക്രമസമാധാന പാലകരെയും എല്ലാ മത, സാമൂഹിക, സംസ്കാര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ അടക്കം എല്ലാ മേഖല വിഭാഗത്തിൽപ്പെട്ടവരെയും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം പുള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ശൈശവത്തിലും ബാല്യ, കൗമാരി, യൗവനത്തിലും വാർത്തയും വൃത്തരും, അശന, യാസികളും, ഓഫന, തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, വിവിധ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ ജോലി രംഗത്തുമായിരിക്കുന്ന ജനത്തിന്റെ ഉള്ളിലും കർത്താവേ സൗമ്യതയും ശാന്തതയും കൊടുത്ത് നിറയ്ക്കണമേ. കുടുംബത്തിൽ ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, അപ്പനമ്മ, മക്കൾ, മരുമക്കൾ, അമ്മായി അമ്മ, സഭയ്ക്കകത്ത് ഇടയന്മാര്, കർത്താവ്, സ്വാമി, വിശ്വാസികളും അമ്മയുടെ എല്ലാ മേഖലയിലും കർത്താവ് ക്രിസ്തു പറഞ്ഞതുപോലെ സൗമ്യതയും ശാന്തതയും ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജനം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതെ ഉയരട്ടേക്കണമേ. രോഗങ്ങൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ അതിന്റെ തന്നെ വിശ്വസ്തത കാത്തുസൂക്ഷിപ്പാണ്ടേയാകണം. കർത്താവ് മുള്ളുകൾക്കിടയിലുള്ള സൗരഭ്യം വീശുന്നതുപോലെ ക്രൂശിൽ കർത്താവിന്റെ മരണസമയത്തും വീശുന്നതിന്റെ ശിഷ്യനാമി മുമ്പിൽ നിൽക്കുന്നവർ ക്ഷമിച്ചതുപോലെ, ഹല്ലേലൂയ, പാല് കാച്ചൂറ അതിന്റെ രുചി സൗരഭ്യം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് ജനത്തിന് സൗമ്യതയും ശാന്തയുടെ ആത്മാവിനെ കൊടുക്കണമേ. ആരും തകർത്തു പോകുന്ന തലമുറകളെ ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥന. മദ്യത്തിന്, മയക്കൊരു, പരസ്യലഹരിക്ക് അടിപ്പെട്ട് ക്രൂരതയുള്ള ക്രൂര പരോഭാവമുള്ള സകല ജനങ്ങളും മനസാന്തരപ്പെട്ട് മടങ്ങിയൊരു ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.